മുസ്ലിം ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കായ ഇ.കെ. വിഭാഗം സമസ്തയിലെ ഒരു വിഭാഗം CPM സ്ഥാനാർത്ഥിയുമായി അടച്ചിട്ട കാറിൽ ചർച്ച നടത്തി. ശേഷം പുറത്തെ ഹോട്ടലിൽ കയറി ചായ കുടിക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് ലീഗ് നേതൃത്വത്തിന് പരാതിയും ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം കൊണ്ടോട്ടി ചിറയിൽ ചുങ്കത്ത് വെച്ചായിരുന്നു സംഭവം. സമസ്തയുടെ ഔദ്യോഗികമായ വലിയ സ്ഥാനങ്ങളൊന്നുമില്ലാത്ത മലപ്പുറം പാതാർ സ്വദേശിയായ ഒരു ഫൈസിയും മറ്റു 3 സമസ്തയുടെ സജീവ അംഗങ്ങളുമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി വസീഫുമായി രഹസ്യ ചർച്ച നടത്തിയതെന്നു ചൂണ്ടിക്കാട്ടിയുള്ള പരാതി ലീഗ് സംസ്ഥാന അധ്യക്ഷനും ലഭിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്കു ശേഷം തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി സമസ്താംഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോയും നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. സമാനമായ വിവിധയിടങ്ങളിൽ സമസ്തയിലെ ഒരു വിഭാഗം രഹസ്യമായി CPMനെ പിന്തുണക്കുന്നുണ്ടെന്ന വ്യാപക പരാതികൾ ലീഗ് നേതാക്കൾക്കുണ്ട്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പരസ്യമായി ഇത്തരത്തിൽ നടക്കുന്നുണ്ടെന്നും വലിയ രീതിയിൽ സമസ്തയിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഇത്തവണ LDFന് ലഭിക്കുമെന്ന ആശങ്കയും ലീഗിനുണ്ട്. പുറത്തു ശാന്തമാണെങ്കിലും പൊന്നാനിയിലാകും ഇത് ഏറെ ലീഗ് ദോഷം ചെയ്യുകയെന്നും പേര് വെളിപ്പെടുത്താത്ത ലീഗ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ യാതൊരു പ്രസ്താവനകളും നടത്തരുതെന്നും ലീഗ് നേതാക്കൾക്ക് നിർദ്ദേശമുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ലീഗിനും സമസ്ത നേതാക്കൾക്കും ഇടയിൽ കടുത്ത ഭിന്നതയുണ്ടെന്ന പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം സമസ്ത മുഷാവറ അംഗം ഉമ്മർ ഫൈസി തന്നെ രംഗത്ത് വന്നിരുന്നു. LDFനോടും അനുഭാവം പ്രകടിപ്പിക്കുന്നതായിരുന്നു ഉമ്മർ ഫൈസിയുടെ പ്രസ്താവന. സമസ്തയെ ധിക്കരിച്ച ലീഗിന് മറുപടി നൽകാൻ പൊന്നാനിയിൽ ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി LDFന്റെ സ്ഥാനാർത്ഥിയും മുൻ ലീഗ് നേതാവുമായ KS ഹംസയെ വിജയിപ്പിക്കണമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണത്തിനു കാരണക്കാരൻ ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണെന്നും ഇതിന് നിരവധി തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും LDF സ്ഥാനാർത്ഥി KS ഹംസ പറഞ്ഞിരുന്നു. ഏറെ ഗൗരവമായ വിഷയമായിട്ടും ഇതിൽ ലീഗ് നേതൃത്വം പ്രതികരിക്കാതിരുന്നതും സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ അരിശത്തിന് കാരണമായിട്ടുണ്ട്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ 1-ാം പേജിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം വന്നതും ലീഗിന്റെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തിരൂരങ്ങാടിയിൽ ഈ പത്രം കത്തിക്കുകയും ചെയ്തിരുന്നു. അതേസമയം സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മുസ്ലിം ലീഗും ഇരു സംഘടനകളുടെ അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കുകയും തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്യുന്ന അനാവശ്യമായ പ്രചാരണങ്ങൾ എല്ലാവരും ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ PP ഉമ്മർ മുസ്ലിയാർ കൊയ്യോട്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.